നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം തിരുവാതിര നക്ഷത്ര ജനനം 1 മുതൽ 4 വരെയുള്ള പാദങ്ങളിൽ ജനിക്കുമ്പോൾ ആ രീതിയിൽ ജനിക്കുന്ന ജാതകർക്ക് വരുന്ന സ്വഭാവ സവിശേഷതകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവാതിര നക്ഷത്ര ജാതകർ പൊതുവെ ഉത്സാഹഭരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരുമായിരിക്കും എന്നുള്ളതാണ്. രാഹു നക്ഷത്രാധിപനായതിനാലാണ് ഈ രീതിയിലുള്ള ഉത്സാഹങ്ങൾ കാണുന്നത്. ചില ജാതകർ സാമാന്യം പൊക്കമുള്ളവരായിരിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളവർ തടിച്ച ശരീരക്കാരായിരിക്കും. ഇവരുടെ മുഖത്തിന് ഒരു പ്രത്യേക വശ്യതയുമുണ്ടായിരിക്കും. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. തിരുവാതിര നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ ബുധനായതുകൊണ്ട് ഇവർ സാമാന്യം ബുദ്ധിമാന്മാരായിരിക്കും. പല വിഷയങ്ങളിലും വിജ്ഞാനം സമ്പാദിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഈ നക്ഷത്രക്കാർ ആദർശനിഷ്ഠരായതിനാൽ പ്രായോഗിക ജീവിതത്തിൽ വലിയ പൊരുത്തക്കേടുകൾ അനുഭവിക്കേണ്ടി വരും. തിരുവാതിര നക്ഷത്രക്കാർ സ്വന്തം ആശയവും ആദർശവും പൊരുത്തപ്പെടാതെ വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. പെട്ടെന്ന് കോപം വരികയും ചെയ്യും. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസത്തെ പോലും ഇവർ വലിയ അഭിമാനക്ഷതമായിട്ടാണ് കാണുന്നത്. ചില ജാതകരിൽ ദുരഭിമാനം മുന്നിട്ട് നിൽക്കും. ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ രസതന്ത്രത്തിലും കണക്കിലും മികവുറ്റ കഴിവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ശുക്രൻ ബലവാനാണെങ്കിൽ സംഗീത സാഹിത്യാദി കൃതികളിൽ പ്രത്യേക സാമർഥ്യം നേടും. ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നില്ല. ശനി ഭാഗ്യകാരനാണെങ്കിലും അഷ്ടമാധിപൻ കൂടിയായത് ആണ് ഇതിന് കാരണം. ശനിക്ക് അഷ്ടമാധിപത്യം ഉള്ളതിനാൽ ഈ നക്ഷത്രക്കാർ സാധാരണയായി ദീർഘായുസ്സ് ഉള്ളവരായിരിക്കും. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഉപകാരസ്മരണ കുറഞ്ഞിരിക്കും. സ്ത്രീകളോട് ആകർഷണം കൂടുതലായിരിക്കും. ജാതകത്തിൽ ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥിതി നല്ലതാണെങ്കിൽ ഇവർക്ക് പരസ്ത്രീകളിൽ ആസക്തി കൂടുതലായിരിക്കും ഉണ്ടാവുക. ഉപജീവനത്തിന് വേണ്ടി അച്ഛനമ്മമാരിൽ നിന്ന് അകന്നു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. രക്തവാതം, ലൈംഗിക രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ആസ്മ, അർശസ് തുടങ്ങിയ രോഗങ്ങൾ ഈ നക്ഷത്രജാതകരെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്ര ജാതകരുടെ രാശി ഉദയരാശി ആയതാണ് കാരണം. ഇവർ സാധാരണ 2 ലക്ഷ്യങ്ങൾക്കും ബലത്തിനും വേണ്ടി ഒരേ സമയത്ത് പ്രവർത്തിക്കും എന്നുള്ളതാണ്. ജാതകപരമായി ചിന്തിക്കുമ്പോൾ ജാതകത്തിൽ രാഹു, ബുധൻ എന്നിവയുടെ സ്ഥിതി അനുസരിച്ച് നല്ല ഫലങ്ങളും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ദുർബലരായാൽ ദോഷഫലങ്ങളും ലഭിക്കുകയും ചെയ്യുന്നു. ശുക്രനും ബുധനും വ്യാഴനും ശുക്രനും ശനിയും ഒരുമിച്ച് നിൽക്കുകയോ യോഗം ചെയ്ത് നിൽക്കുകയോ ചെയ്താൽ നല്ല ഫലങ്ങൾ വന്ന് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ശനി ഭാഗ്യവും നൽകും, അതേ സമയത്ത് തന്നെ ആ ഭാഗ്യത്തിന് ഭംഗവും വരുത്തും എന്നുള്ളത് ഓർമ്മയിൽ വയ്ക്കുക. ബുധൻ സൂര്യനുമായി ചിങ്ങത്തിൽ നിന്നാൽ സഹോദരങ്ങളുമായി പിണങ്ങുവാൻ സാധ്യതയേറെയാണ്. ചന്ദ്രൻ, ശുക്രൻ, ചൊവ്വ എന്നിവ യോജിച്ച് ബലവാനായി നിന്നാൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ ദശാകാലത്ത് നല്ല ധനലാഭം ഉണ്ടാകുകയും ചെയ്യും. കുജൻ 2-ൽ നിന്നാൽ ദശാകാലത്ത് ധനലാഭം ഉണ്ടാകും. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് യൗവനം കഴിഞ്ഞാണ് അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഇടയുള്ളത്.
ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല എന്നുള്ളതാണ്. രാശിചക്രം മൊത്തത്തിൽ 360 ഡിഗ്രിയാണ്. ഇതിനെ 27 നക്ഷത്ര മേഖലകളായി വിഭജിക്കുമ്പോൾ 13 ഡിഗ്രി 20 മിനിറ്റ് വീതമുള്ള 27 മേഖലകൾ കിട്ടുന്നു. ഇതിന് 6ാമത്തെ മേഖലയാണ് തിരുവാതിര നക്ഷത്രം. ചന്ദ്രൻ 66 ഡിഗ്രി 40 മിനിറ്റും 80 ഡിഗ്രിക്കും ഇടയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ജനിക്കുന്ന ശിശുവിൻ്റെ നക്ഷത്രം തിരുവാതിര ആയിരിക്കും എന്നതാണ്. തിരുവാതിര നക്ഷത്ര മേഖല മിഥുനം രാശിയിലാണ്. രാശ്യാധിപൻ ബുധനും നക്ഷത്രാധിപൻ രാഹുവുമാകുന്നു. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഓരോ പാദത്തിലും ജനിച്ചവരുടെ സവിശേഷതകൾ ആണ് ഇനി പറയുന്നത്. തിരുവാതിര നക്ഷത്രം 1ാം പാദത്തിൽ ജനിക്കുമ്പോൾ 0 നാഴിക മുതൽ 15 നാഴിക വരെ തെക്ക് വടക്കായിട്ടുള്ള ഒരു പ്രദേശത്ത് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഗൃഹത്തിലായിരിക്കും ജനനം. തെക്ക് കിഴക്ക് ഭാഗത്ത് പള്ളിയും വടക്ക് കിഴക്ക് ഭാഗത്ത് മണിയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആശുപത്രി അല്ലെങ്കിൽ ചികിത്സാലയവും ഉണ്ടായിരിക്കും. ഇരുണ്ട ശരീരമായിരിക്കും ഇവർക്ക്. മനോഹരമായ നെറ്റി ആയിരിക്കും. ജന്തുക്കളെ വേട്ടയാടുന്നതിലും ഹിംസിക്കുന്നതിലുമൊക്കെ താല്പര്യം കൂടുതലുള്ളവരായിരിക്കും 1ാം പാദത്തിൽ ജനിക്കുന്ന തിരുവാതിര നക്ഷത്ര ജാതകർ. തിരുവാതിര നക്ഷത്രം 2ാം പാദത്തിൽ ജനിക്കുമ്പോൾ 15 നാഴിക മുതൽ 30 നാഴിക വരെയുള്ള സമയമാണ്. വെളുത്ത നിറത്തോടു കൂടിയവരായിരിക്കും. ചുവന്ന കണ്ണുകളോട് കൂടിയതും ഒത്ത ശരീരവും നല്ല ബുദ്ധിശക്തിയും നീണ്ട മുഖവും ഇരുണ്ട പുരികവും ആയിരിക്കും. കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ളൊരു പ്രദേശത്ത് വടക്കോട്ട് ദർശനമായ വീട്ടിലായിരിക്കും ജനനം. പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രം ഉള്ളതാകാം. അടുത്തായി ഈ ജനന വീടിൻ്റെ അടുത്തായി തന്നെ ജീർണിച്ച അവസ്ഥയിലുള്ള ഗൃഹങ്ങൾ കാണുവാൻ സാധിക്കും. തിരുവാതിര നക്ഷത്രം 3ാം പാദത്തിൽ ജനിച്ചാൽ 30 നാഴിക മുതൽ 45 നാഴിക വരെയുള്ള സമയമാണ്. ഗൃഹത്തിന് എതിരെ ദേവാലയം ഉണ്ടായിരിക്കും. ആവശ്യത്തിന് ജലം ലഭിക്കുന്ന പ്രദേശമായിരിക്കും. നെറ്റിയിൽ കുഴിവുള്ളവനായിരിക്കും. കേടുള്ള ദന്തങ്ങൾ ഉള്ളവനായിരിക്കും. ചൂത് കളിക്കുന്ന സ്വഭാവത്തിൽ ഉള്ളവനായിരിക്കും. തടിച്ച മുഖം, പുഷ്ടിയുള്ള ശരീരം, ദുഷ്ടപ്രകൃതി എന്നിവയാണ് തിരുവാതിര നക്ഷത്രം 3ാം പാദത്തിൽ ജനിക്കുമ്പോൾ വരുന്ന സ്വഭാവ സവിശേഷതകൾ. തിരുവാതിര നക്ഷത്രം 4ാം പാദത്തിൽ ജനിക്കുമ്പോൾ 45 നാഴിക മുതൽ 60 നാഴിക വരെയുള്ള സമയമാണ്. നല്ല നിറത്തോടു കൂടിയ കണ്ണുകളോടും പുലമ്പുന്ന സ്വഭാവത്തോടും ഒത്ത ശരീരമുള്ളവനും ചതിയനും ചഞ്ചല ബുദ്ധിയും ഭംഗിയുള്ള ചുണ്ടുകളും പല്ലുകളും ഉള്ളവനുമായിരിക്കും എന്നുള്ളതാണ് ഫലം പറയുന്നത്. ഈ രീതിയിൽ തിരുവാതിര നക്ഷത്രം 4ാം പാദത്തിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷതകൾ ഇതാണ്. 1 മുതൽ 4 വരെയുള്ള പാദങ്ങളിൽ തിരുവാതിര നക്ഷത്രം ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകൾ. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.